Hi everyone, hearty welcome to JM Edu World. Today we can do a little bit of parts of speech. What's parts of speech? Do you know? It's simply word classes or grammatical groups. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് പാറ്റേൺ എന്നാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഓർഡറിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതിയാൽ അതിൽ ധാരാളം വാക്കുകളുണ്ടാവും. ഈ വാക്കുകളൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നു, ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നോർമലി ഒരു സെൻറ്റൻസിൽ ഉണ്ടാകുന്ന വാക്കുകളെ നമുക്ക് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 8 categories: noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. ഇതെല്ലാം കൂടി ഒരു സെൻറ്റൻസിൽ വരില്ല. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും സെൻറ്റൻസിലുള്ള വാക്കുകൾ. Now let us check one by one. First of all, we can check what is noun. Noun is naming word, name of a person, place or thing. അതായത് noun എന്ന് പറഞ്ഞാൽ നാമം. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിനാണ് നാമം എന്ന് പറയുന്നത്. അതൊരാളിനാവാം, ആളിൻ്റെ പേരാവാം, സ്ഥലത്തിൻ്റെ പേരാവാം, സാധനത്തിൻ്റെ പേരാവാം. സി പേഴ്സൺസ് നെയിം: രോഹൻ, റിയ, ഗീത, രാം, ശ്യാം. Likewise, place names, a lot of place names. All place names are nouns. Then things: apple, carrot, chair, pen, box, whatever it is, they are nouns. അപ്പോൾ എന്തിൻ്റെ പേര് പറഞ്ഞാലും അത് നൗണാണ്. Now we can divide these nouns into 2 groups: abstract and concrete. Abstract nouns എന്ന് പറഞ്ഞാൽ something that is some quality, feeling or state that cannot be seen, touch or smell. അതായത് നമുക്ക് കാണാൻ പറ്റാത്തത്, തൊടാൻ പറ്റാത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചില ക്വാളിറ്റീസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടി. വി ക്യാൻ ഐഡൻറ്റിഫൈ ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ ഫ്ലവർ. പക്ഷേ രണ്ടും വ്യത്യാസമല്ലേ? ഒന്നിൻ്റെ സൗന്ദര്യമല്ലല്ലോ മറ്റൊന്നിൻ്റേത്. അതുപോലെ തന്നെ ആങ്കർ. സി, യു ക്യാൻ ഐഡൻറ്റിഫൈ യുവർ മദേഴ്സ് ആങ്കർ, ഫ്രണ്ട്സ് ആങ്കർ. ഇസ്ൻ്റ് ഇറ്റ്? വ്യത്യാസമല്ലേ? അപ്പോൾ പക്ഷേ അതിനൊരു രൂപമുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ളതിന് നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാം. ഇനി കോൺക്രീറ്റ് നൗൺ, വാട്ട് ഈസ്? സംതിങ് ദാറ്റ് വി ക്യാൻ സീ ഓർ ടച്ച് ഓർ സ്മെൽ. നേരെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റും, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇങ്ങനെയുള്ളതിനെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിയ, ടൈഗർ, ബോൾ, ഇങ്ങനെയുള്ളതൊക്കെ കോൺക്രീറ്റ് നൗണാണ്. Now we can divide this concrete noun into 4: proper noun, common noun, collective noun and material noun. Proper noun means that is the name of a particular person, place or thing. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിന്, ഒരു സ്ഥലത്തിനെ പറ്റി പറയുന്നു, ഒരു സാധനത്തെ പറ്റി പറയുന്നു ഒക്കെ പ്രോപ്പർ നൗണാണ്. അഭിഷേക്, ഇംഗ്ലണ്ട്, കൽക്കട്ട, രാമായണ, all these are proper nouns. Then coming common noun. Common noun is the name given to the same type or class or kind. പൊതുവായിട്ട് നമ്മൾ പറയില്ലേ, കൊച്ചുകുട്ടികളെല്ലാം നമ്മൾ എന്താ പറയും? ചൈൽഡ്. പെൺകുട്ടികൾ ഗേൾ, ആൺകുട്ടികൾ ബോയ്സ്. അങ്ങനെ നമ്മൾ പൊതുവിൽ പറയുന്ന പേരിനാണ് കോമൺ നൗൺ എന്ന് പറയുക. നൗ കംസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, പ്ലേസ് ഓർ തിങ്സ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർത്ത് പറയില്ലേ? കാറ്റിൽ എന്ന് പറയുമ്പോൾ കവിൻ്റെയൊക്കെ ഗ്രൂപ്പാണ്. ടീം ഓഫ് പ്ലെയേഴ്സ്, അത് കളക്റ്റീവാണ്. അതുപോലെ തന്നെ എന്താണ്? സ്വാം ഓഫ് ബീസ്, സ്വാം അവിടെ കൂട്ടമാണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലോക്ക് അവിടെ കൂട്ടമാണ്. നൗ ലാസ്റ്റ്ലി കമ്മിങ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ സി ദ നെയിം ഓഫ് എ മാറ്റർ. എളുപ്പമാണ്. അതായത് ഒരു സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സി, ഗോൾഡ് നെക്ലസ്, സിൽവർ ആംഗ്ലെറ്റ്, അയൺ പാൻ. ഇതിലൊക്കെ പറയുന്ന ഗോൾഡ്, സിൽവർ, അയൺ, ഇതൊക്കെ മെറ്റീരിയൽ നൗണാണ്. നൗ വി കാൻ ചെക്ക് ദ ജെൻഡർ ഓഫ് ദ നൗൺ. അതായത് ഒരു നാമം ഏത് ലിംഗത്തിൽ പെടുന്നു എന്നുള്ളത്. ദെയർ ആർ 4 types: masculine, feminine, common and neuter. Masculine gender means the name or pronoun used for male person or animal. അതായത് പുരുഷ ശബ്ദമാണ് മസ്കുലിൻ ജെൻഡർ. പുല്ലിംഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സൺ, ബ്രദർ, ഫാദർ, ടൈഗർ, all these are masculine gender names. And now see the feminine gender. Name of
female person or animal. For example, girl, sister, mother, tigress, etc. അപ്പോൾ മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, ഫെമിനിയൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. മസ്കുലിൻ്റെ എതിർ പദമല്ല ഫെമിനിയൻ, മസ്കുലിൻ എന്നുള്ളതിൻ്റെ എതിർ ലിംഗമാണ് ഫെമിനിയൻ. Now the third one, that is common gender. That is noun or pronoun for non-specific person or animal. എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാതെ പൊതുവിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡോഗ്, ബോട്ട്, ഡിഷ്, എക്സെട്ര. Now see the fourth one, neuter gender. Neuter gender എന്ന് പറഞ്ഞാൽ inanimate objects, ജീവനില്ലാത്തത്. They are neither male nor female. Pen, book, chair, box, etc. Now see, ഈ 4 എണ്ണമാണ് ഒരു നാമം ഏത് ലിംഗത്തിൽപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നവ. മനസ്സിലായോ? Now see the number of the noun. There are 2 numbers, singular and plural. Singular refers to one person, one place or one thing. Example, boy, girl, man, etc. Plural refers to more than one person, place or thing. Example, boys, books, etc. I hope you remember our first video on subject-verb agreement. There I told you the verb should agree with the number of the subject. The subject can be a noun or pronoun, isn't it? So, അങ്ങനെ ഒരു നൗണിൻ്റെ നമ്പർ അത് സിംഗുലറിൽ നിന്നും പ്ലൂറലാക്കി മാറ്റുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. Now see another division of nouns, that is countable and uncountable. From the name itself you can guess what is countable. Countable means something that can be counted. Pen, pencil, box, all these we can count. Now the uncountable noun means something that we cannot count. And so റൈസ്, ഷുഗർ, ഓയിൽ ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ, അളവ് പറയാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. സോ ലിസൺ എവരിബഡി. ഫൈനലി ബിഫോർ വൈൻഡിങ് അപ്പ്, മെയിൻ പോയിൻറ്റ്സ് അഗെയിൻ. നൗൺ മീൻസ് നാമം അഥവാ പേര്. 2 തരത്തിൽ, അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ്. അബ്സ്ട്രാക്റ്റ്, സംതിങ് ദാറ്റ് കനോട്ട് ബി സീൻ ഓർ ടച്ച് ഓർ സ്മെൽ. കോൺക്രീറ്റ്, നമുക്ക് കാണാൻ പറ്റുന്നത്. Concrete noun again divided into 4: proper noun, common noun, collective noun and material noun. Proper noun എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നെയിം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുവായ പേര്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൻ്റെ പേര്. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ മാറ്ററിൻ്റെ പേര്. നൗ ദ ജെൻഡർ, അതായത് നാമം ഏത് ലിംഗത്തിൽപ്പെടുന്നു. മസ്കുലിൻ, ഫെമിനിയൻ, കോമൺ, ന്യൂട്ടർ. മസ്കുലിൻ പുല്ലിംഗം, ഫെമിനിയൻ സ്ത്രീലിംഗം, കോമൺ മീൻസ് കോമൺ അതായത് സാധാരണ ലിംഗം, ന്യൂട്ടർ ഒന്നിലും പെടാത്തത്. ഇനി നമ്പർ, നൗണിൻ്റെ നമ്പർ സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. ലാസ്റ്റ്ലി കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ എണ്ണാവുന്നത്, അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തത്. നൗണിനെ കുറിച്ച് പൊതുവായി ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ഇതിലേതും ഒരു സെൻറ്റൻസിൽ വരാം. Now let me wind up. We can meet again in another video. Till then, bye.